ഹായ് ഓൾ, നിങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്ന കുട്ടികളാണ്. ചരിത്രത്തിൽ ആദ്യമായി കീം എക്സാമിനേഷൻ ഓൺലൈൻ ആയിരിക്കുകയാണ്. അതാദ്യമായി എഴുതുന്നത് നിങ്ങളും. കീമിൻ്റെ കാര്യത്തിൽ സൈലം കീം ചാനൽ കഴിഞ്ഞ ലോഞ്ചിലൂടെ ഞങ്ങളുടെ വരവറിയിച്ചിട്ടുണ്ട്. ഒരുപാട് മാരത്തോൺ ലൈവുകളും പല അക്കാഡമിക് പ്രോഗ്രാമുകളും ഞങ്ങൾ നടത്താനിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീം എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാം ക്രാക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോളേജിൽ നമ്മൾ പഠിക്കണം എന്ന് തീരുമാനിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ കോളേജിനെ കുറിച്ചും ആ ക്യാമ്പസുകളെ കുറിച്ചും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൈലം തുടങ്ങി വെച്ച പ്രോഗ്രാമാണ് ക്യാമ്പസ് മാപ്പ്. ക്യാമ്പസ് മാപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജാണ്. കൊല്ലം ജില്ലയിലെ കരിക്കോട് സ്ഥിതി ചെയ്യുന്ന TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അഥവാ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. തങ്ങൾ കുഞ്ഞു മുസ്ലിയാറാണ് ഈ കോളേജിൻ്റെ ഫൗണ്ടർ. 1956 സ്ഥാപിതമായ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇന്ന് 8 UG കോഴ്സുകളും 12 PG കോഴ്സുകളാണ് ഉള്ളത്. ഈ 12 PG കോഴ്സിൽ അടുത്ത വേൾഡിൻ്റെ ട്രെൻഡായി മാറാൻ വേണ്ടി പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് 8 UG കോഴ്സുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അതുപോലെ ആർക്കിടെക്ചർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഇതാണ് 8 UG കോഴ്സുകൾ. ഇനി ഈ കോളേജിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻടേക്കുള്ള കോളേജാണ്. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന കോളേജാണ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. 80% മുകളിൽ സ്ഥിരമായിട്ട് കോളേജ് പാസ് പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്കാഡമിക് പെർഫോമൻസ് ഇൻഡെക്സിൽ 2ാം സ്ഥാനത്താണ് കോളേജ് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മൈനർ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ പഠിക്കുന്ന കുട്ടിക്ക് മറ്റൊരു ബ്രാഞ്ചിൽ മൈനർ ഡിഗ്രി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എടുക്കുന്ന കോളേജാണ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മുടെ കോളേജിലെ 2 PG കോഴ്സുകൾക്കും അതോടൊപ്പം തന്നെ എല്ലാ UG കോഴ്സുകൾക്കും NBA അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും സിവിൽ എഞ്ചിനീയറിംഗിനും 6 വർഷം NBA അക്രഡിറ്റേഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം മുതൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അഥവാ TKMC ഓട്ടോണമസ് ആണ്. എന്താണ് ഓട്ടോണമസ് ആയി കഴിഞ്ഞാൽ ഗുണം പറഞ്ഞുതരാം. അതായത് സാധാരണ രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത് കേരളത്തിലെ മുക്കിലും മൂലയിലുള്ള എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്ത് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഓട്ടോണമസ് ആയി കഴിഞ്ഞാൽ ആ കോളേജിലെ കുട്ടികളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കോഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പം അങ്ങനെ ഈ കോളേജ് TKMC കോഴ്സ് ഡിസൈൻ ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഐഡിയ ലാബിൻ്റെ കാര്യമാണ്. ഐഡിയ ലാബ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അത് കേരളത്തിൽ ചുരുങ്ങിയ കോളേജുകൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ TKMC ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ അത് അക്കാഡമിക്സിലെ കരിക്കുലത്തിൽ ഐഡിയ ലാബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ മാത്സ് ഒന്ന് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്സ് ലാബും അക്കാഡമിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള സെമസ്റ്റർ ബ്രേക്ക് അതും കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം. അതോടൊപ്പം തന്നെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ എക്സാംസ് കറക്റ്റ് സമയത്ത് വരികയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്യും. അതിൻ്റെ ഗുണം എന്താ? ബൈ ചാൻസ് നമ്മൾ സപ്ലിമെൻ്ററി അടിക്കുകയാണെങ്കിൽ അഥവാ നമ്മൾ തോറ്റു പോവുകയാണെങ്കിൽ നമുക്ക് പരീക്ഷ എന്നൊക്കെ നിങ്ങൾ പറയും, ആ പരീക്ഷ പെട്ടെന്ന് തന്നെ നമുക്ക് കോളേജുകളിൽ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. കോളേജിന് തന്നെ നടത്താൻ വേണ്ടി സാധിക്കും. യൂണിവേഴ്സിറ്റി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിവേ ഓട്ടോണമസ് ആണെങ്കിലും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അഥവാ KTU തന്നെയാണ്. ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ടുള്ള ഒരുപാട് ക്ലബ്ബുകൾ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാമ്പസാണ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതിൽ ടെക്നിക്കൽ ക്ലബ്ബ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് ഒരുപാടുള്ള കോളേജാണ്. അതിൽ പ്രധാനപ്പെട്ടവ IEEE, SAE, ASME, CSI, ISRE. ഇന്ത്യയിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ലാർജസ്റ്റ് സ്റ്റുഡൻറ് ബോഡിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്
ഇസ്രേ TKMC സ്റ്റുഡൻറ് ചാപ്റ്ററിനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അതോടൊപ്പം തന്നെ സ്പേസ് റിസർച്ചിനൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ISRO TKMC റിസർച്ച് സെൻറ്റർ TKM കോളേജിൽ സ്ഥാപിതമായിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ISROക്ക് ഇങ്ങനൊരു റിസർച്ച് സെൻറ്റർ ഉള്ള ക്യാമ്പസ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാത്രമാണ്. കൾച്ചറൽ ക്ലബ്ബുകൾ, ഫിലിം ആൻഡ് ഡ്രാമ ക്ലബ്ബ്, ലിറ്റററി ആൻഡ് ഡിബേറ്റ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ് തുടങ്ങിയ എല്ലാ ക്ലബ്ബുകളും കോളേജിൽ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഇനി പറയാനുള്ളത് പ്ലേസ്മെന്റിനെ കുറിച്ചാണ്. സ്ഥിരമായി 800+ ജോബ് ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാൻ TKM ക്യാമ്പസിന് കഴിയാറുണ്ട്. അതിൽ 24ഓളം ഇന്റർനാഷണൽ ഓഫറുകളും ഉൾപ്പെടുന്നതാണ്. പ്രധാനപ്പെട്ട കമ്പനികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫ് ഏഷ്യ, ശോഭ ദുബായ്, ഇലക്ട്രോറാക്ക്, ജിങ്കോ, TCS, കോഗ്നിസന്റ്, ഇൻഫോസിസ്, MRF, L&T, IBM തുടങ്ങിയ കമ്പനികളാണ്. 35 lakh per annum അഥവാ 35 LPA ആണ് കഴിഞ്ഞ വർഷം വന്ന ഹയസ്റ്റ് ആനുവൽ സാലറി. അലൂമിനിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പല സ്വകാര്യ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട സ്വകാര്യ സ്ഥാപനങ്ങളിലും കീ പൊസിഷനിൽ തന്നെ TKM അലൂമിനിയസ് ഇരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ചന്ദ്രയാൻ 3യിലൂടെ ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ തന്നെ യശസ് ഉയർത്തിയ മലയാളിയായ ഇപ്പോഴത്തെ ISRO ചെയർമാൻ സോമനാഥ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി വർക്ക്ഷോപ്പ് ബ്ലോക്കിന് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വർക്ക്ഷോപ്പ് ബ്ലോക്കിന് സോമനാഥ് സെൻറ്റർ എന്ന പേര് നൽകിയിട്ടുണ്ട്. അതേപോലെ കലാരംഗത്ത് മലയാളത്തിന് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ സാറും TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ പ്രൊഡക്റ്റാണ്. അലൂമിനിയസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓൺടർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അലുമിനി അസോസിയേഷൻ 25 ലക്ഷം രൂപ മുടക്കി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻറ്റർ തുടങ്ങാൻ പോകുന്നത് ഇനി TKM കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇത്രയുമാണ് TKMCയെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു ക്യാമ്പസിൻ്റെ വിശേഷങ്ങളുമായി ക്യാമ്പസ് മാപ്പിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.